നന്നായിട്ടുണ്ട്, കഥ ഉണ്ട്, നല്ല പ്രതികരണമാണ് തിയേറ്ററിൽ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഞാനിതിനു മുമ്പ് സിനിമ കണ്ടതാണ്, എത്രയോ പ്രാവശ്യം കണ്ടാണ്. പക്ഷെ ആളുകൾ ഫാൻസിന്റെ കൂടെയും പ്രേക്ഷകരുടെ കൂടെയും കാണുമ്പോൾ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. അതുപോലെ ഇതുപോലത്തെ വലിയൊരു തിയേറ്ററിൽ കാണുമ്പോൾ ഉള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ജനറലി സംതൃപ്തരായ മുഖങ്ങളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഒരുപാട് വലിയ പ്രതികരണങ്ങളൊന്നും എനിക്ക് വന്നിട്ടില്ല. എൻ്റെ ചുറ്റുവിടുന്ന ആളുകളൊക്കെ പ്രതികരിച്ചു എന്നല്ലാതെ. പക്ഷേ ഇതിലൊരു ഫാമിലി എന്റർടൈനറാണ് ഈ സിനിമ. കാരണം അതുപോലെ ഒരുപാട് ഫാമിലി ഇമോഷൻസും ഒക്കെ ഉള്ള സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ലോങ് റൺ ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് എലിമെന്റ്സ് ഇതിലുണ്ട്. ആ കുട്ടികളുടെ എലിമെന്റ്സ് ഇപ്പോൾ പരീക്ഷയൊക്കെ കഴിയണമല്ലോ കുട്ടികളൊക്കെ ഇറങ്ങണമെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഈ ഒരു ഇനീഷ്യൽ ആവേശം, ഒരു മലയാള സിനിമയ്ക്ക് ഇതുവരെ ഇല്ലാത്തൊരു ആവേശമാണല്ലോ ഇപ്പോൾ ഓഡിയൻസിലുണ്ടായത്. ആ ആവേശം കുറേ നാൾ നിലനിൽക്കുന്നതാണ് വിശ്വാസം. കാരണം എൻ്റെ അടുത്ത് ഭയങ്കരം എന്നുള്ള അഭിപ്രായമൊന്നും പറഞ്ഞില്ലെങ്കിലും മോശമായി എന്നാരും പറഞ്ഞില്ല. അപ്പോൾ വലിയ പ്രതീക്ഷയിലാണ് ഞാൻ. മഹാഭാരതം വലിയ റെസ്പോൺസിബിലിറ്റി ആണല്ലോ. അപ്പോൾ ഇത് അതിനുള്ള ശരിക്കും പറഞ്ഞാൽ വലിയ എക്സ്പീരിയൻസ് ആണ്. ഞാനിതൊരു ആദ്യമായിട്ടാണല്ലോ ഞാനൊരു ആഡ് ഫിലിം ഒരു ലാർജ് ഫോർമാറ്റ് ഫിലിം ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു വലിയ എക്സ്പീരിയൻസ് ആണ്. ഇതിന്റെ എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി എന്നെ മഹാഭാരതത്തിന് സഹായിക്കും. മഹാഭാരതം സംഭവിക്കട്ടെ. അടിപൊളിയാണ്. അതായത് ഓരോ ലുക്കും വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര എന്താ പറയുക, ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഒരുപാട് പഠിക്കാറുണ്ട്. ഒരു പ്രേക്ഷക എന്നുള്ള രീതിയിൽ ഭയങ്കര എൻജോയ് ചെയ്തു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ഫിലിമാണ്. അതിൽ ഡെഫിനറ്റ്ലി നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ഇതുപോലെയുള്ള ജോണേഴ്സിലുള്ള പടങ്ങളെ നമ്മൾ വിജയിപ്പിക്കാൻ വേണം. ഓഫ് കോഴ്സ് ഇത് സക്സസ്ഫുൾ ആവും. എല്ലാം ഉള്ളതുകൊണ്ടാണ് രാവിലെ 4 മണിയുടെ ഷോന് തന്നെ ഉറങ്ങാതെ എഴുന്നേറ്റ് വന്നത്. തീർച്ചയായിട്ടും ആ ഒരു എക്സ്പെക്ടേഷന് നീതി പുലർത്തുന്ന ഒരു ഗംഭീര സിനിമയായിരുന്നു. ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പടം. പിന്നെ ലാലേട്ടൻ്റെ എനിക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ക്ലൈമാക്സ് ഒരു സ്റ്റാൻഡ് ഔട്ട് പരിപാടിയായിരുന്നു. അതുവരെ ഉള്ള പടത്തിന് പെട്ടെന്ന് ഒരു വേറെ ലെവലിലേക്ക് ബൂസ്റ്റ് ചെയ്തൊരു ക്ലൈമാക്സ് ആയിരുന്നു. പിന്നെ ഒന്നും പറയാനില്ല, കംപ്ലീറ്റ്ലി എന്റർടൈൻഡ് ആണ്. ഒന്നും പറയാനില്ല. ക്ലൈമാക്സ് സൂപ്പർ അവസാന ക്ലൈമാക്സിലെ 20 മിനിറ്റ് സെക്കൻഡ് ഹാഫ് പറഞ്ഞ ഒരു രക്ഷയില്ല. പടക്കലക്കി സൂപ്പർ ഹിറ്റ്, ബമ്പർ ഹിറ്റ്. ലാലേട്ടന്റെ ലാലേട്ടൻ പൊളി. എങ്ങനെയാണ്? സൂപ്പർ അടിപൊളി പടം. ലാലേട്ടൻ തകർന്നു. നല്ല സൂപ്പറായിട്ടുണ്ട്. ഗ്രാഫിക്സ് 7 കോടി രൂപ മുതൽ മടക്കിയുള്ള ഗ്രാഫിക്സ് ആണ്. 7 കോടി രൂപയുടെ ഗ്രാഫിക്സ് ആണ് പടത്തിന് വേണ്ടിയുള്ളത്. ഒരു നിലവാരം ഉണ്ടായിരുന്നു. തെറ്റില്ലാത്ത നിലവാരമുണ്ട്, കുഴപ്പമൊന്നുമില്ല. പടത്തെ മൊത്തത്തിൽ വിലയിരുത്തുന്നു. പുലിമുരുകനെ കവയ്ക്കുന്ന ഒരു വിജയം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? പുലിമുരുകന്റെ അത്രയും വിജയം ഉണ്ടാവുമെന്നുള്ളത് അറിയില്ല. എന്തായാലും കണ്ടിരിക്കാവുന്ന ചിത്രമാണ്. ക്ലൈമാക്സ് ഒക്കെ സൂപ്പറായിട്ടുണ്ട്. മോഹൻലാലിന്റെ വ്യത്യസ്തമായ ഗെറ്റപ്പുകളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്.